ദിവസവും ഫ്രീ സെഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ന്യൂവർ ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്യുന്നത്. നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളായിരിക്കും. അപ്പോൾ ഒന്നും കൂടി നമ്മൾ കോണ്ടെക്സ്റ്റ് എന്താണ് കാര്യങ്ങൾ എന്നൊന്ന് ജസ്റ്റ് പറയാം. സോ ഫ്ലെയിം അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഷിഫ മറിയം എന്നാണ്. ഞാൻ ഏഡിയൻ ടോക്സ് പറഞ്ഞിട്ടുള്ള കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് പോർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോച്ചിങ് കഴിഞ്ഞ ഒരാളാണ്. ആൻഡ് ഫൈനലി ഐ ഹാവ് എ ടീം. നമ്മൾ ഇതേമാതിരി ആ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു ഫ്രീ സെഷൻ കമ്മ്യൂണിറ്റിയാണിത്. ആൻഡ് ആ ഒരു കമ്മ്യൂണിറ്റിന്റെ പേരാണ് ഫ്ലെയിം. അതിൽ ഈ ഫ്രീ സെഷന്റെ ഒരു അവൈക്കൺ സെഷൻ എന്നാണ് നമ്മൾ ഈ ഒരു സെഷനെ ടേം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് പതുക്കെ ഞാൻ ഇന്നലെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ മാതിരി ഇതൊരു സെഷൻ ആണ് എന്ന് പറയുന്നതിന്റെ മുന്നേ ഇവിടെ കുറച്ച് പ്രോസസ്സുകൾ നടക്കുന്നു. അതിൽ നിങ്ങളെ റിഫ്ലക്ട് ചെയ്യിക്കുക എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് ആണ് നടക്കുന്നത്. മോർ ദാൻ എ സെഷൻ, റീപ്രോഗ്രാമിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞൊരു മെയിൻ പോയിന്റ് ആണ് ബിഫോർ ഗോയിങ് ടു കോണ്ടന്റ്. എന്താണ് അറിവ്, അല്ലെങ്കിൽ സെഷനിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മളെപ്പോഴും കോണ്ടെക്സ്റ്റ് സെറ്റ് ആയിരിക്കണോ നോക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ മോഡിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അവെയർ ആയിട്ടാണോ ഇരിക്കുന്നത്, നമ്മൾ ഈ സെഷനിൽ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടാണോ ഇരിക്കുന്നത്. ഇതൊക്കെ മാറ്റർ ചെയ്യും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന നോളജിനെ കുറിച്ചിട്ടും ഇവിടെ നിന്ന് നിങ്ങൾ അക്വയർ ചെയ്ത് പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും എന്നുള്ളതാണ്. നമ്മളെ ലൈഫിൽ ഒരു സാധനം കംപ്ലീറ്റ്ലി നമ്മൾ അറിവ് ഒബ്സർവ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അറിവ് എടുക്കുന്നതിന് മുന്നേ നമ്മളെ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ടെർമിനോളജി വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് സെഷൻ തുടങ്ങിയത്. അതിന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ ഈ സെഷനും നമ്മൾ എന്താ പറയാ കോണ്ടെക്സ്റ്റ് സെറ്റിംഗിൽ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യൽ മാത്രമാണോ കോണ്ടന്റിലേക്ക് കയറൂല, അല്ലെങ്കിൽ നമ്മൾ സെഷനിലേക്ക് കയറൂല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ റീപ്രോഗ്രാമിംഗ് ഓഫ് ദ മൈൻഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സെഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അറിവ് ഉൾക്കൊള്ളുന്ന പാത്രം കളങ്കപ്പെട്ടതാണെങ്കിൽ നമ്മൾ എത്ര അറിവ് ഒഴിച്ചു കൊടുത്താലും ആ പാത്രത്തിന് ബേസ്ഡ് ആണ് അവർക്ക് എത്ര അറിവ് കിട്ടുന്നുള്ളത്. ഒരാളുടെ ചെറിയ പാത്രമാണെങ്കിൽ അതിലേക്ക് എത്ര കുറച്ച് അയച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിൽ നിന്ന് അത് ചിന്തി പോകുന്നുള്ളതാണ്. അപ്പോൾ ആ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മളെ ഫ്രെയിം വലുതാക്കുമ്പോഴാണ് വലിയ അറിവുകൾ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ വലിയ നോളജ് വരാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. നമ്മളെ മൈൻഡ് സെറ്റ് ഭയങ്കര കുഞ്ഞതാണ്, നമ്മളെ മൈൻഡ് സെറ്റ് ഭയങ്കര ഇടുങ്ങിയതാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ, ആ ഒരു മൈൻഡ് സെറ്റിനെ പൊളിക്കുക എന്നുള്ളതാണ്. ആ ചെറിയ മൈൻഡ് സെറ്റിൽ നിന്ന് അതിന്റെ ഫ്രെയിമിനെ വലുതാക്കുമ്പം ആ മൈൻഡ് സെറ്റിന്റെ പാത്രത്തെ വലുതാക്കുന്ന സമയത്താണ് അതിന് അറിവ് ഉൾക്കൊള്ളാൻ പാകത്തിന് എന്താ ചെയ്യുക, അത് ഉൾക്കൊള്ളാൻ പാകത്തിന് ആ മൈൻഡ് അതിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ ഫ്രെയിം അല്ലെങ്കിൽ നമ്മളെ അവയർനെസ് അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ചിന്താഗതികളാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന വലിയ വലിയ അറിവുകൾ ഭയങ്കര അടിപൊളി അറിവോ നമ്മൾ ഇടയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഒരുപാട് അറിവ് സ്വീകരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ഇല്ല? നമ്മൾ ഒരു ദിവസം എത്ര മോട്ടിവേഷണൽ വീഡിയോകൾ കാണുന്നത്, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനോ പറ്റാത്തത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡ് സെറ്റ് ഇടുങ്ങിയതാണ്. അറിവ് വലിയതായാലും വലിയ വലിയ അറിവുകളായിരിക്കാം നമ്മൾ കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും, സ്വീകരിക്കുന്നുണ്ടാവും. പക്ഷെ അത് ഉൾക്കൊള്ളാൻ പാകത്തിന് നമ്മളെ മൈൻഡ് റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണ്, അത് ഉൾക്കൊള്ളാൻ പാകത്തിന് നമ്മളെ മൈൻഡിനെ റെഡിയാക്കാന്നുള്ളതാണ്, നമ്മളെ മൈൻഡ് സെറ്റിനെ റെഡിയാക്കാന്നുള്ളതാണ്. അതിൽ പെട്ടതാണ് നമ്മൾ വീഡിയോ മോഡിൽ വന്നിരിക്കുക എന്ന് പറയുമ്പം അത് ചെയ്യാൻ പറ്റാന്നുള്ളത്. കാരണം നമ്മുടെ മൈൻഡ് ഇടുങ്ങിയതായതുകൊണ്ടല്ല നമുക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലാത്ത. ഇവിടെ ഓക്കെ ഞാൻ രാവിലെ എണീറ്റാൽ ആരെങ്കിലും ഒന്ന് ജഡ്ജ് ചെയ്യുമോ ഞാൻ ഇങ്ങനെ. അപ്പൊ നമുക്ക് നമ്മളെ മൈൻഡ് സെറ്റിനെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുമ്പോഴാണ് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ബ്രേക്ക് ദി എന്താ പറയാ ഫ്രെയിം ദാറ്റ് വി ഹവ് സെറ്റ്. നമ്മൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ട്, ഇത്ര മതി അല്ലെങ്കിൽ ഇതാണ് എൻ്റെ മൈൻഡ് സെറ്റ് എന്നുള്ളത്. അതിനെ പൊളിക്കാൻ എന്നാണോ റെഡി ആവുന്നത് അന്ന് നിങ്ങൾക്ക് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പം നമ്മളെ മൈൻഡ് സെറ്റ് ശരിയല്ല അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് സെറ്റ് ഇടുങ്ങിയതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് അത് വേണം ആ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, റെഡി ആവണം എന്നുള്ളതാണ്.
രണ്ടാമത്തെ ഒരു പോയിന്റ് കോണ്ടെക്സ്റ്റിൽ വരുന്ന സമയത്ത്, ഒരു ഒരു പാത്രത്തിൽ നമ്മൾ പാൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാല് വെള്ള കളറിലുള്ള പാല് മഞ്ഞ കളറായിട്ട് മാറും. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ പൊടി ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാത്രത്തിൽ കുറെ പാൽ ഒഴിച്ചിട്ട് കാര്യമില്ല. ആ പാലിനെ അവിടെ സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിൽ പൊടി ഉണ്ടെങ്കിൽ ആ പൊടി തുടച്ചു കൊടുത്തിട്ടാണ് പാൽ ഒഴിക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കോണ്ടന്റ് പറയുന്നതൊന്നും നിങ്ങൾക്ക് ഡെലിവർ ആവില്ല. നമ്മൾ എടുക്കുന്ന സെഷൻ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പം കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളത്, അതിന്റെ ഇന്റൻഷൻ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ള പ്രോസസ്സിലൂടെ മാത്രമാണ് നിങ്ങൾ എത്ര അറിവ് സ്വീകരിച്ചാലും നിങ്ങളെ മൈൻഡിലേക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളതും നിങ്ങളെ മൈൻഡ് സെറ്റിന് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് ആർക്കും അറിവിനൊരു കുറവില്ല. ഇൻഫർമേഷൻ പൊല്യൂഷൻ എന്നാ പറയാം. ഈ ഒരു ജനറേഷനിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ള അറിവിനെ നമ്മൾ ഇൻഫർമേഷൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അത്രമാത്രം ഇൻഫർമേഷനാണ്. ഒരു ദിവസം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലൂടെ കേൾക്കുന്നതായാലും യൂട്യൂബിലൂടെ കാണുന്നതായാലും എവറിത്തിങ് ഈസ് ആൻ ഇൻഫർമേഷൻ. നമ്മളെ ബ്രെയിൻ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യാൻ പാകത്തിന് ഒരുപാട് ഇൻഫർമേഷനാണ്. ഇപ്പം ഇൻസ്റ്റഗ്രാം നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ സെക്കൻഡ് വിത്തിൻ ഒരു സ്വിച്ച് ഇട്ട പോലെയാണ് നമ്മൾ ഇൻഫർമേഷൻ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ സെക്കൻഡ്സിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ബ്രെയിനിന് ഡിഫിക്കൽട്ടാണ് പ്രോസസ്സ് ചെയ്യാൻ അത്രയും ഫാസ്റ്റ് ആയിട്ട്. അതുകൊണ്ടാണ് പൊതുവെ സ്ക്രോളിംഗ് ഒന്നും നമ്മൾ നല്ലതല്ല എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഇൻഫർമേഷൻ എവിടെയും കുറവില്ല. പണ്ട് കാലത്തായാലും ഇപ്പോഴുള്ള കാലത്ത് നിന്ന് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്സ് കാര്യങ്ങൾ ഇൻഫർമേഷൻ നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന കോണ്ടെക്സ്റ്റുകൾ വളരെ കുറവാണ്. ഇപ്പം നമ്മൾ അറിയാതെ പോലും നമുക്ക് ഇൻഫർമേഷൻസ് ആണ് എല്ലാ സ്ഥലത്തും. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻ വേണ്ടാത്തതും വേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്, പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്കാർക്കും ഇൻഫർമേഷൻ ഇല്ലാത്തതോ അറിവില്ലാത്തതോ അല്ലെങ്കിൽ അറിയാനുള്ള ഒരു അവസരം ഇല്ലാത്തത് കൊണ്ടോ അല്ല നമ്മുടെ ലൈഫിൽ ചേഞ്ച് ഇല്ലാത്തത്. പണ്ട് വിചാരിക്കുക ഇതിനെക്കുറിച്ച് നമുക്ക് അറിവില്ല, മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് അറിവില്ല, നമുക്ക് മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ട് അറിവില്ല, മൈൻഡ് സെറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് അറിവില്ല. ഇപ്പൊ ആർക്കും അറിവില്ലാത്തൊരു കോണ്ടെക്സ്റ്റ് വരുന്നില്ല. എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളും അറിയേണ്ടാത്ത കാര്യങ്ങൾ പോലും അറിയാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം എന്താണ് നമുക്ക് പിന്നെ ചേഞ്ച് ഇല്ലാത്തത്, നമുക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയാത്തത്, നമുക്ക് ആക്ഷൻ എടുക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ അറിവിനെ എങ്ങനെയാണോ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവുക. അപ്പൊ അറിവ് ഉൾക്കൊള്ളുന്നതിന് മുന്നേ ആ അറിവ് നിറക്കുന്ന പാത്രത്തെ എന്ത് ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അറിവ് നിറയണമെങ്കിൽ ആ ഉൾക്കൊള്ളുന്ന പാത്രം, ഞാൻ പറഞ്ഞാലും വെള്ള പാലാണ് ഒഴിക്കുന്നതെങ്കിൽ അത്രയും പ്യുവർ ആയിട്ടുള്ള വെള്ള പാലാണ് ഒഴിക്കുന്നതെങ്കിലും ആ പാത്രത്തിൽ പൊടി ഉണ്ടെങ്കിൽ അതിന്റെ കളർ എന്താവും, മഞ്ഞ കളറായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ അത് ഏത് രീതിയിലാണ് ഉൾക്കൊള്ളാൻ പറ്റുക എന്ന് തീരുമാനിക്കുന്നത് അത് ഉൾക്കൊള്ളുന്ന ആളാണ്. അപ്പൊ ആ ഉൾക്കൊള്ളുന്ന ആളിന്റെ മൈൻഡ് സെറ്റിന്റെ പ്യൂരിറ്റിക്ക് അനുസരിച്ചിട്ടിരിക്കും ആ അറിവിന്റെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ആ അറിവ് എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പം ബിഫോർ എവറിത്തിങ് നമ്മളെ ഇന്റൻഷൻ അല്ലെങ്കിൽ നീയത്ത് എന്നുള്ള കോണ്ടെക്സ്റ്റിലേക്കാണ് നമ്മളത് പറഞ്ഞെത്തുമ്പോൾ വരിക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ നീയത്ത് നല്ലതായിരിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം വന്നിരിക്കുമ്പോൾ ഇപ്പൊ ഈ സെഷൻ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ഓരോ രീതിയിലായിരിക്കും. ചിലവർക്ക് ഇതൊക്കെ ഇപ്പൊ എന്താ കുറെ ദിവസം ഇൻസ്റ്റഗ്രാമിൽ കാണി സെഷൻ എന്താന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അവിടെ നീയത്താണല്ലോ, നമ്മളെ ഇന്റൻഷനാണ്, ഞാൻ എന്തിനാ അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഓരോരുത്തരുടെ ഇന്റൻഷനനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തർക്ക് ഔട്ട്പുട്ട് ഉണ്ടാവും. ചിലർ ഓക്കെ എന്താണ് ഈ സെഷൻ എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആയിരിക്കും. ചിലവർക്ക് ഇതിലൊക്കെ ഇപ്പൊ വലിയ കാര്യമുണ്ടോ. അങ്ങനെ ഓരോരുത്തർക്ക് അവരെന്ത് ഇന്റൻഷനിലാണോ ഈ സെഷൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് ആ ഇന്റൻഷനിലാണ് ലൈഫിൽ അവർക്ക് ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ ഇന്റൻഷൻ ആണ് നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് പറഞ്ഞു വരുന്ന സമയത്ത് നമ്മളെ ലൈഫിൽ ആ ഒരു ചേഞ്ചിനെ അക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കുന്ന സാധനം നമ്മളെ ഇന്റൻഷൻ. ഇപ്പൊ നമ്മൾ നിസ്കാരം അല്ലെങ്കിൽ പ്രയറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രവർത്തികൾ നിസ്കാരത്തിൽ സുജൂദ് റുക്കൂ എല്ലാം ചെയ്തു കഴിഞ്ഞാലും അവിടെ നീയത്ത് ശരിയല്ലെങ്കിൽ എന്തല്ല, ആ നിസ്കാരം ശരിയല്ല, നിസ്കാരം ബാത്തിലാവും എന്ന് പറയും. അപ്പൊ അവിടെ എന്താണ്, നീയത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ കാണിക്കുന്നത്.
എന്ത് കാര്യം നമ്മളെ നീയത്ത് ശരിയാക്കി കഴിഞ്ഞാൽ ആ കാര്യം നമ്മൾ എന്ത് നീയത്തിലാണോ ചെയ്തത് അതിന്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് നമ്മളെ ലൈഫിൽ ഒരു ജോബ് ചെയ്യുകയാണെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിലും ഒരു വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് സക്സീഡ് ആവാൻ എപ്പോഴും നമ്മൾ ഇന്റൻഷൻ ചെക്ക് ചെയ്താൽ മതി എന്ന് പറയും. നമ്മളെ നീയത്ത് എന്താണ്, നീ എന്ത് നീയത്തിലാണ് ആ കാര്യം തുടങ്ങിയത്. ഇപ്പൊ എന്തെങ്കിലും ആർട്ടിസ്റ്റ് ആണ്, എന്തെങ്കിലും കുക്കിംഗ് ചെയ്യുന്ന ആളാണ്, എന്തെങ്കിലും ബേക്കിംഗ് ചെയ്യും, എന്ത് കാര്യം ആവട്ടെ, ഈ ഒരു സ്റ്റുഡന്റ് ആവട്ടെ, പഠിക്കുകയാണ്, ഒരു സ്റ്റുഡന്റിന്റെ മെയിൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക അല്ലെങ്കിൽ എന്താണോ സ്കിൽസ് അക്വയർ ചെയ്യാന്നല്ല. എന്ത് കാര്യം അവരെന്ത് നീയത്തിൽ വെച്ചിട്ടാണോ തുടങ്ങുന്നത് ആ നീയത്തിനനുസരിച്ച് അവർക്ക് ആ കാര്യത്തിൽ ഔട്ട്പുട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മളെ ലൈഫിൽ കോണ്ടെക്സ്റ്റ് നമ്മൾ വീണ്ടും എവിടേക്ക് എത്താണ്, ഇന്റൻഷൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്താണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ചെക്ക് യുവർ ഇന്റൻഷൻ. എന്ത് ഇന്റൻഷനിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. രാവിലെ 5 മണി 6 മണിക്ക് സെഷന് എണീക്കണമെങ്കിൽ അതിന്റെ മുന്നേ എണീക്കണം. അതിന്റെ മുന്നേ എണീറ്റ് ഈ സെഷൻ ഇരിക്കുമ്പോൾ എന്റെ നീയത്ത് എന്താണ്, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സെഷനിൽ ഇരിക്കുന്നത്, ഞാൻ എന്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ സെഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാനുള്ള അവൈക്കണിങ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ അറിയാനും നിങ്ങളെ കുറിച്ച് ഒന്നും കൂടി മനസ്സിലാക്കാനും നിങ്ങൾ കൊടുക്കുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ചിട്ട് നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്ന ഒരു 1 hour ആണ്. അപ്പം ഇതിന്റെ ഇന്റൻഷന്റെ പ്യൂരിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളെ ലൈഫിലേക്ക് അതിന്റെ റിസൾട്ടും കാണാൻ പറ്റും എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് പറയാൻ പറ്റും. പിന്നെ പറയാനുള്ള, നമ്മളിപ്പം ഒരു സെഷൻ ആവട്ടെ, നമ്മളെ ലൈഫിൽ എന്ത് കാര്യം നമ്മൾ ക്യൂരിയോസിറ്റിയോട് കൂടി കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ എസെൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഒരു കുട്ടി, നമ്മൾ പൊതുവെ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ ഓരോ കാര്യം വളരെ ഫാസ്റ്റിലാണ് പഠിക്കുക, ഭയങ്കര സ്പീഡാണ് അവർക്ക്. ഒരു നടക്കാൻ പഠിക്കുന്നതായാലും നിൽക്കാൻ പഠിക്കുന്നതായാലും ഒക്കെ ഭയങ്കര ഫാസ്റ്റ്ലി, ഒരു അത്രയും ചെറിയ പ്രായത്തിൽ ഓരോ സ്റ്റെപ്പ് ഒരു എക്സ്ട്രീംലി ഫാസ്റ്റർ ആയിട്ടാണ് അവർക്ക് ലേണിങ് നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതേ സാഹചര്യത്തിൽ നമ്മളൊക്കെ കേസ് എടുത്തു നോക്കുന്ന സമയത്ത് നമുക്കൊരു പുതിയ സ്കില്ല് പഠിക്കാനോ, നമുക്കറിയാം ഇന്ന് AI ഉണ്ട്, ടെക്നോളജികളുണ്ട്, ഈ ടെക്നോളജി പഠിച്ചാൽ എനിക്ക് നല്ലൊരു ജോബിലേക്ക് എത്താൻ പറ്റും, എനിക്ക് നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും എന്നറിഞ്ഞ് ഒരു പുതിയ സ്കില്ല് പഠിക്കാനിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല, നമുക്ക് ടയേർഡ്നെസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ലൈഫ് മാറ്റണം എന്നുള്ള വളരെ എന്തുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്, ഇന്റൻഷനൊക്കെ സെറ്റാണ്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? എവിടോ എന്താണ് ഞാൻ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യം എനിക്ക് പലപ്പോഴും ഉണ്ടാവുന്നുണ്ടാവില്ല. അതൊരു പോയിന്റാണ്. പിന്നെ എനിക്ക് എവിടോ ഞാൻ ചെയ്യുന്ന കാര്യത്തോട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. ഞാൻ ആർക്കോ വേണ്ടിയിട്ട് ചെയ്യാന്ന് പറയില്ല, നമ്മളെ ലൈഫിൽ പല കാര്യങ്ങളും ചിലപ്പോൾ ആർക്കോ വേണ്ടിയിട്ടേ ചെയ്തത്. ഇപ്പം +1 +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് എടുത്ത് ചിലപ്പോൾ ആർക്കോ വേണ്ടിയിട്ടായിരിക്കും, നമ്മളിപ്പോൾ ചെയ്യുന്ന ജോബ് വേറെ ആർക്കോ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊന്നും അവിടെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ലൈഫിന്റെ സെർട്ടൈൻ സിറ്റുവേഷനിൽ എത്തിയ സമയത്ത് നമ്മൾ എടുത്തിട്ടുണ്ടാവുക, നമ്മളെ ചോയ്സസ് അങ്ങനെ ആയി പോയിട്ടുണ്ടാവും. പക്ഷെ ആ ചോയ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളെ ലൈഫിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതം നമ്മൾ എത്തിച്ച സാഹചര്യങ്ങൾ നമുക്ക് തോന്നാണ് ഞാൻ എടുത്തതല്ല, എനിക്കിതൊന്നും അല്ലായിരുന്നു റൈറ്റ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എവിടെയാണോ എത്തിയിട്ടുള്ളത് അതിന് നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ എന്ത് സിറ്റുവേഷനിലാണോ, പലരും മദേഴ്സ് ആയിരിക്കും, പലരും ടീച്ചേഴ്സ് ആയിരിക്കും, സ്റ്റുഡൻസ് ആയിരിക്കും, ട്രെയിനേഴ്സ് ആയിരിക്കും, എന്തെങ്കിലും ഓൺടർപ്രണേഴ്സ് ആയിരിക്കും. ഈ ഓൺടർപ്രണേഴ്സ് ആയിരിക്കും, എന്ത് സാഹചര്യങ്ങളും ചിലപ്പോൾ നമ്മളെ ചോയ്സിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചോയ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ചോയ്സിൽ നിന്നാവാം. ഇഷ്ടമില്ലാത്ത ചോയ്സിൽ നിന്നാണെങ്കിൽ പോലും എവിടോ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു സീക്ക് ചെയ്ത സാധനത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളതെന്നും നമ്മളെ ലൈഫിന്റെ പർപ്പസ് ആ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് എന്നുള്ളൊരു യഥാർത്ഥ ബോധത്തിലേക്ക് നിങ്ങൾ എത്താന്നുള്ളതാണ്. അപ്പൊ ലൈഫിനെ ഞാനിപ്പം നിൽക്കുന്നത് ഒന്നല്ല ഞാൻ ചെയ്യണ്ടേ എന്ന് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ചെയ്യേണ്ടാത്തൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പം അവിടെ എത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളെ ലൈഫിലേക്ക് ഇപ്പൊ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ്, ഏത് ലിവിങ് കണ്ടീഷനിലാണോ, ഏത് ഫാമിലി പ്രഷർ സിറ്റുവേഷനിലാണോ നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്, അവിടെ നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടായത് കൊണ്ടും അതിന് നിങ്ങളെ ലൈഫിൽ ഒരു ലെസൺ പഠിപ്പിക്കാനോ
ഒരു കാര്യത്തിലേക്ക് എത്തിക്കാനും ഉള്ളത് കൊണ്ടുമാണ് നിങ്ങളിപ്പോൾ ആ സാഹചര്യത്തിലുള്ളത്. ഇപ്പം ആ സാഹചര്യത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എന്താണ് എനിക്ക് ഇവിടുന്ന് പഠിക്കാനുള്ളത്, എന്താണ് എനിക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാനുള്ളത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലും എന്തിനാണ് ഈ ലൈഫിനെ എനിക്ക് തന്നിട്ടുള്ളത് എന്നുള്ളൊരു മനോഭാവത്തിലാണ് നമ്മൾ ലൈഫിനെ നോക്കി കാണുന്നതെങ്കിൽ നമുക്ക് ലൈഫ് ഒന്നും കൂടി എളുപ്പമായിരിക്കും. ബി ലൈക്ക് ആൻ ഒബ്സർവർ എന്ന് പറയും. ഒരു ഒരു മൂവിയൊക്കെ കാണുന്ന പോലെ നമ്മളെ ലൈഫിൽ നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടറായിട്ട് എന്താണ് ഇപ്പം എൻ്റെ ലൈഫിൽ നടക്കുന്നത്, എൻ്റെ ലൈഫിൽ ഈ സാഹചര്യങ്ങളൊക്കെ എന്തിനാ വന്നിട്ടുള്ളത് എന്നുള്ളൊരു ഒബ്സർവർ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മളെ ലൈഫിൽ നോക്കി കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ലൈഫിനെ നമ്മൾ അങ്ങനെ കണ്ടു തുടങ്ങുന്ന സമയത്ത് നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും നമ്മളെ ലൈഫിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ലെസൺസും ഞാൻ സീക്ക് ചെയ്ത പല കാര്യങ്ങളും ആണ് ശരിക്കും ഈ കോണ്ടെക്സ്റ്റിൽ നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റും. പലപ്പോഴും നമ്മളെന്താ, ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ബാഡ് സിറ്റുവേഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്താ പറയുക ഫാമിലി കണ്ടീഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തൊരു പാർട്ട്ണർ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ലൈഫിൽ പോസിബിൾ ആവുന്ന പല കാര്യങ്ങളും സിനാരിയോസാണ്. പക്ഷെ ഇഷ്ടമില്ലാത്ത പല സാഹചര്യങ്ങളും ഉള്ള ആ സാഹചര്യത്തിൽ പോലും നമ്മൾ എന്നോ കാലത്ത് സീക്ക് ചെയ്ത, നമ്മൾ തേടിക്കൊണ്ട് നടന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലും ആ കോണ്ടെക്സ്റ്റിൽ ഉണ്ടാവും. നമ്മൾ എത്തിപ്പിടിക്കണം എന്ന് ആഗ്രഹിച്ചോ, നമ്മൾ ലൈഫിൽ അക്വയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതോ, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ കോണ്ടെക്സ്റ്റിൽ ഉണ്ടാവുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾ അങ്ങനെ ഒരു സിനാരിയോയിലോ അല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷനിലോ എത്തിപ്പെടുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യൂല, ആ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള, നമ്മളെ ലൈഫ് എത്തിച്ചിട്ടുള്ള ഏതൊരു കോണ്ടെക്സ്റ്റിലാവട്ടെ, ഏതൊരു സിറ്റുവേഷനിലാവട്ടെ, അവിടൊക്കെ നമുക്കൊരു പെർപ്പസ് ഉണ്ട് എന്നുള്ളതും, അവിടെ ചെയ്യാനുള്ള പെർപ്പസ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ആ സിറ്റുവേഷനിൽ എത്തിയതും എന്നുള്ളൊരു ബോധവും നിങ്ങൾക്ക് ഉണ്ടാവാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ലൈഫിനെ കംപ്ലൈനിങ് മോഡിൽ നിന്ന് ക്യൂരിയോസിറ്റി മോഡിലേക്കും ഒബ്സർവർ മോഡിലേക്കും മാറ്റും. അപ്പൊ ആരാണോ ലൈഫിനെ ഒരു ഒബ്സർവർ ആയിട്ട്, ക്യൂരിയോസിറ്റി ആയിട്ട്, വാട്ട് ഈസ് നെക്സ്റ്റ്, അപ്പൊ അത് പ്രശ്നങ്ങളാവട്ടെ, ഡിഫിക്കൽട്ടീസ് ആവട്ടെ, പ്രോബ്ലംസ് ആവട്ടെ, എന്താണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള ഒരു മനോഭാവത്തിലാണ് നേരിടുന്നതെങ്കിൽ അവരുടെ ലൈഫിന്റെ റിസൾട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ലൈഫിന്റെ റിസൾട്ട് വ്യത്യാസം ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ എങ്ങനെ ലൈഫിനെ കാണുന്നു എന്നുള്ളതിൽ നിന്നാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ റീസെന്റ് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ട്, ചിലവരെ ലക്കിനെ കുറിച്ചിട്ട് ബേസ്ഡ് ആയിട്ട്, ഓരോരുത്തരെ ഹാർഡ് വർക്ക്, ഐ മീൻ ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മളെ ആക്ഷൻസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ഞാൻ ഉദ്ദേശിച്ചൊരു കോണ്ടെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പലപ്പോഴും പലരെ ലൈഫ് നോക്കി, സോഷ്യൽ മീഡിയന്റെ കാലത്ത് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലാണ്. ബിക്കോസ് ഒരാളെ കല്യാണം കണ്ടിട്ട് എന്റെ കല്യാണം ഇങ്ങനാണോ, എന്റെ പാർട്ട്ണർ ഇങ്ങനാണോ, എക്സ്ട്രീം, നമ്മൾ പോലും അറിയാതെ കമ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മളെ ലൈഫിനെ നമ്മൾ ഇൻസ്റ്റഗ്രാം ലൈഫായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറയുന്നത് ഇൻഫർമേഷൻ പൊല്യൂഷൻ. നമ്മൾ അത്രമാത്രം ഇൻഫർമേഷൻസ് ആണ് ഓരോ ദിവസം അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ കാര്യം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിൽ എന്താണ്, ഇങ്ങനെ കമ്പാരിസൺസ്, നമ്മൾ പോലും അറിയാതെ കമ്പാരിസൺസ് നടന്നു പോകുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള തോട്ട്, ഞാൻ വേർത്തിയല്ല, എൻ്റെ ലൈഫ് ഇത്ര അടിപൊളിയല്ല, എനിക്ക് ഇത്ര ലക്കൊന്നുമില്ല, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, ഇത്ര എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ, ഈ രീതിയിലാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്തത്, ഒരിക്കലും അപ്പുറത്ത് നിൽക്കുന്നത്, ഇപ്പം അപ്പുറത്ത് നിൽക്കുന്ന നമ്മൾ ആരാണോ കോണ്ടന്റ് ക്രിയേറ്റർ വീഡിയോസ് കാണുന്നത്, അവരെ ലൈഫിന്റെ ഡെസിഷൻസ് അല്ലെങ്കിൽ റിസൾട്ട് മാറ്റുന്നത് അവരുടെ മൈൻഡ് സെറ്റാണ്. അപ്പൊ അവര് ഒരു ലൈഫിനെ നോക്കി കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഡിഫിക്കൽട്ടുള്ള സാഹചര്യങ്ങളാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിലും അവർ ലൈഫിനെ നോക്കി കാണുന്ന പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കും, ഓക്കെ ഇനി എന്താ എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്നത്, ഒരു ക്യൂരിയോസിറ്റി മൈൻഡ് സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഒബ്സർവർ മൈൻഡ് സെറ്റ് ആയിരിക്കും. എന്തിനാണോ യൂണിവേഴ്സോ ദൈവവും വിശ്വസിക്കാത്ത ആളുകൾക്ക് യൂണിവേഴ്സ് ഒരു പവർ എന്തോ, വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്തോ ഒരു പവർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പവർ ഓർ യൂണിവേഴ്സ് എന്താണ് ഇനി എൻ്റെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് ഇന്ന് എന്തിനാ എത്തിച്ചെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി മൈൻഡ് സെറ്റിലും ഒരു ഒബ്സർവർ മൈൻഡ് സെറ്റിലായിരിക്കും നോക്കി കാണുന്നുണ്ടാവും.
മറ്റു ചിലർ എന്ത് മൈൻഡ് സെറ്റിലായിരിക്കും നോക്കി കാണുന്നത്, ഓ എന്റെ ലൈഫ് ഇങ്ങനെ തന്നെ, ലൈഫ് തൊലഞ്ഞ തന്നെ, ലൈഫ് നശിച്ച തന്നെ എന്നുള്ള, ഓ ഇനിയിപ്പൊ നാളെ ഇപ്പൊ എന്തെങ്കിലും ആക്ഷൻ എടുത്താലും പറയും, ഓ ഇനിയിപ്പൊ യാത്ര ചെയ്തിട്ട് എന്താ കാര്യം, ഇനി എന്റെ ലൈഫ് അവിടെ എത്താൻ പോല. അപ്പൊ നമ്മൾ മനസ്സിലാക്കാത്തൊരു സീക്രട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരെ ലൈഫ് അടിപൊളി ആവുന്നത് അവരെ ലൈഫിൽ ലക്ക് ഉള്ളതുകൊണ്ടോ അവരെ ലൈഫിൽ ഡെസ്റ്റിനി ഉള്ളതുകൊണ്ടോ അവരെ ലൈഫിൽ എല്ലാ കാര്യം ഫേവറായിട്ട് വരുന്നതുകൊണ്ടല്ല. അവരുടെ ലൈഫിൽ അൺഫേവേർഡ് സിറ്റുവേഷൻസിലും അതിനെ ഫേവേർഡ് ആക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരു ക്രിയേറ്റ് ചെയ്തെടുത്തത് കൊണ്ടാണ്. അതാണ് സക്സസ്ഫുൾ ആവുന്ന ആളുകളും അൺസക്സസ്ഫുൾ ആവുന്ന ആളുകളും തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടുപേർക്കും ഒരേ ലൈഫ് സിറ്റുവേഷൻസ് കൊടുത്താൽ പോലും രണ്ടുപേരും രണ്ട് രീതിയിലാണ് അതിനെ കാണുക, രണ്ട് കോണ്ടെക്സ്റ്റിലാണ് അതിനെടുക്കുക, രണ്ട് വ്യൂ പോയിന്റിലാണ് അതിനെ നോക്കിക്കാണുക. അപ്പൊ ആരെ വ്യൂ പോയിന്റ് ആണോ എന്ത് ഒബ്സർവർ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ലൈഫിനൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്നത്, അവരെ ലൈഫിൽ അതിന്റെ റിസൾട്ട് ഡിഫറെന്റ് ആയിരിക്കും. ആരാണോ ലൈഫിനൊരു അൺസർട്ടിനിറ്റി അല്ലെങ്കിൽ ലൈഫ് ഒരു ഫെയിലിയർ ആണ് അല്ലെങ്കിൽ ലൈഫ് ഒരു പേർപ്പസ്ഫുൾ അല്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ നോക്കി കാണുന്നത്, അവരുടെ ലൈഫിന്റെ റിസൾട്ട് വേറെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏത് രീതിയിലുള്ള റിസൾട്ടാണോ നമുക്ക് വേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കണം. നമുക്ക് എല്ലാവർക്കും എന്താണ് ഗുഡ് റിസൾട്ട് ആയിരിക്കും വേണ്ടത്, സക്സസ്ഫുൾ റിസൾട്ട്. ഇപ്പൊ ഈ സക്സസ് എന്ന് പറയുമ്പോൾ കുറെ പൈസ ഉണ്ടാക്കുക, കുറെ കാര്യങ്ങൾ അക്വയർ ചെയ്യുക അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമൊന്നുമില്ല. നമ്മൾ ഓരോരുത്തർക്ക് സക്സസ് ഡിഫൈൻഡ് ഇൻ ദെയർ ഓൺ ടേംസ്. ഓരോരുത്തരുടെ സക്സസ് ഓരോരുത്തർക്ക്, ചിലർക്ക് പൈസ ഉള്ള ആളുകൾക്ക് സമാധാനമായിരിക്കും സക്സസ്, പൈസ ഇല്ലാത്തവർക്ക് പൈസ ഉണ്ടാക്കലായിരിക്കും സക്സസ്. ഓരോരുത്തർക്ക് അതിന്റെ ഡിഫറൻസ് എന്താണ് വേരിയും ചെയ്യും. ഓരോ പേഴ്സണിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സക്സസ് ഇസ് ഡിഫൈൻഡ് ഇൻ ദെയർ ഓൺ ടേംസ്. അപ്പൊ നിങ്ങളെ സക്സസ് എന്താണ്, നിങ്ങൾക്ക് എന്ത് സക്സസ്ഫുൾ റിസൾട്ട് ആണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ഇന്റൻഷനെ മാറ്റണം, നിങ്ങളെ മൈൻഡ് സെറ്റിനെ മാറ്റണം, നിങ്ങളെ അവയർനെസ് ചേഞ്ച് ചെയ്യണം, നിങ്ങളെ ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ മാറ്റി തുടങ്ങേണ്ടത്. ആ രീതി മാറ്റുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസിന് റിസൾട്ട് ഉണ്ടാകും. ചില ആളുകൾ പറയും ഞാൻ കുറെ എഫേർട്ട് ഇടുന്നുണ്ട്, എന്താ പറയാ എന്റെ വർക്കിൽ നല്ല എഫേർട്ട് ഇടുന്നുണ്ട്, ഞാൻ എന്റെ ജോലിയിൽ നല്ല സ്റ്റാർട്ടപ്പിൽ നല്ല എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ എവിടോ ഒരു പോയിന്റിൽ എനിക്ക് സക്സസ് ആവാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച രീതിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള സ്കിൽസ് ചിലപ്പോൾ ഉണ്ടാവും, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള നോളജ് ചിലപ്പം ഉണ്ടാവും, പക്ഷെ എവിടോ ആ നോളജ് അക്വയർ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക്. നിങ്ങളെ ഫ്രെയിം ഇപ്പോഴും ചെറിയ ഫ്രെയിം ആയിരിക്കും, നിങ്ങൾക്ക് അത് എക്സ്പാൻഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ഫ്രെയിമിനെ പൊളിക്കാന്നുള്ളതാണ്. ചെറിയ ഫ്രെയിമിൽ നിന്ന് ആ ഫ്രെയിമിനെ ബിഗ് ഫ്രെയിം ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് മാത്രമാണ് എത്ര വലിയ ഹൈ മെൻറ്റർ വന്നു കഴിഞ്ഞാലും എത്ര വലിയ ഹ്യൂജ് ലെവൽ ഓഫ് നോളജ് നിങ്ങൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാലും ആ നോളജിന് വർക്ക് ചെയ്യാനൊരു സ്പേസ് ഉണ്ടാവുള്ളൂ. സോ നമ്മൾ ഇന്ന് കോണ്ടെക്സ്റ്റിൽ നിന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇന്റൻഷനെ കുറിച്ചിട്ട് നമ്മളൊരു കാര്യം ഒരു അറിവ് നേടുന്നതിന് മുന്നേ അതിന്റെ പാത്രത്തെ പ്യൂരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു. അതിൽ വരുന്ന ഒരു പോയിന്റ് ആണ് നമ്മളൊരു ലൈഫിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ക്യൂരിയോസിറ്റി കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒബ്സർവർ മൈൻഡായിട്ട് അപ്രോച്ച് ചെയ്യാന്നുള്ളത്. ആൻഡ് അതിൽ വരുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് കുട്ടിയെ പോലെ ലൈഫിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളത്. ഒരു സിനാരിയോ വരുന്ന സമയത്ത്, കാരണം കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ ഒരു കാര്യത്തിനെ അറിയണം അല്ലെങ്കിൽ ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള കുട്ടികളെ മൈൻഡ് സെറ്റ് എന്താ, ഒരു പുതിയ കളിപ്പാട്ട് ഒരു കൊടുത്തു കഴിഞ്ഞാൽ ഒരാദ്യം ഓ ഇതെന്താ സംഭവം എന്നുള്ളൊരു വളരെ എന്താണ് നോൺ ജഡ്ജ്മെന്റ് രീതിയിലാണ് അതിനെ കാണാന്നുള്ളത്. ആ സിനാരിയോനെ കാണാം, ആ എക്സ്പീരിയൻസിനെ കാണാന്നുള്ളത്. അപ്പൊ കുട്ടികളെ മാതിരി നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ലൈഫിനെ ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം. ജഡ്ജ്മെന്റൽ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത്, മൈൻഡ് സെറ്റ് കൊണ്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ലൈഫിൽ എല്ലാ കാര്യം ജഡ്ജ്മെന്റൽ ആയിട്ടേ കാണാൻ പറ്റും. എന്റെ ലൈഫ് ഇങ്ങനെയാണ്, എന്റെ ലൈഫ് മോശമാണ്, ദൈവം എന്നെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചു, ഇങ്ങനെ കംപ്ലീറ്റ് ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് മാത്രമാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു കുട്ടിയെ പോലെ ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് എന്തില്ല, ജഡ്ജ് ചെയ്യൂല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ട്രെയിനില് കാര്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയ കുട്ടികൾ, ട്രെയിനിൽ എന്നല്ല എവിടെ ആയാലും കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ചാടി കളിക്കണോ ഓടി കളിക്കണോ
ഓർക്ക് കരയണോ ചിരിക്കണോ ആരും ബോധർ ചെയ്യാതെ ചെയ്യും. ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും, അല്ല ഞാൻ ഇങ്ങനെ ചെയ്താ എന്തുണ്ടാവും, ഇങ്ങനെ ചിന്തിക്കാറേയില്ല. നമ്മള് പലപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിലൊരു 11 ആൾക്കാരുണ്ട് സെഷനിൽ. ഇത് വീഡിയോ മോഡിൽ എന്തുകൊണ്ട് മെജോറിറ്റി ആളുകൾ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ല അതിനെ കുറിച്ച് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും. ഞാൻ രാവിലെ ഇങ്ങനെ എന്താ പറയാ ജസ്റ്റ് മുഖമൊന്നും കഴുകി ഇവിടെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്താ അതിനെ കുറിച്ച്, ഇതാണ് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഫാക്ടർ. ബാക്കിയുള്ളവർ നമ്മളെ കുറിച്ചിട്ട് എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു തോട്ടിലാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ആക്ഷൻ എടുക്കാൻ മടിക്കുന്നത്. 1000 ആളുകളെ മുന്നിൽ എന്തെങ്കിലും പറയാൻ ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് പറ്റുമോ, ബാക്കിയുള്ളവർ എന്താ ഇതിനെ കുറിച്ച് ചിന്തിക്കാം, ഈ തോട്ടിനാ ഞാൻ പറഞ്ഞത്. ഇതാർക്കില്ല, നമ്മളെ കുട്ടികൾക്കില്ല. ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ തോട്ടുണ്ടോ, ബാക്കിയുള്ളവർ അവരെ കുറിച്ചിട്ട് എന്താ ചിന്തിക്കാം എന്ന് അവർ ബോധർ ചെയ്യുന്നേ ഇല്ല. അവർക്ക് മാറ്ററേ ഇല്ല. ബാക്കിയുള്ളവർ അവരെ കുറിച്ചിട്ട് എന്ത് ചിന്തിച്ചാൽ പോലും അവർക്ക് പ്രശ്നമില്ല. അപ്പൊ നമ്മളെ ചിന്തിക്കേണ്ടത് നമ്മൾ ആക്ഷൻ എടുത്തിട്ടും നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മളെ ലൈഫ് മാറാത്തത് എന്താന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് എന്നാ നോക്കട്ടെ. നിങ്ങൾ ഏത് ഫ്രെയിം റേറ്റിലാണ് അത് എടുക്കുന്നത്, ഏത് മൈൻഡ് സെറ്റിലാണ് അത് എടുക്കുന്നത്. മൈൻഡ് സെറ്റ് റെഡി ഇല്ലെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവില്ല. ലൈഫിന്റെ റിസൾട്ടിന് എപ്പോഴും ഫെയിലിയർ ആയിട്ടും ഔട്ട്കം എപ്പോഴും നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. എന്നിട്ട് ലൈഫ് തന്ന ക്രിയേറ്ററിനെ ബ്ലെയിം ചെയ്യും. എന്റെ ലൈഫ് ഇങ്ങനെ കോളാക്കിയില്ലേ, എന്റെ ലൈഫ് ഇത്രയും മോശമാക്കിയില്ലേ, എന്റെ പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് ഇട്ടില്ലേ, എന്റെ ലൈഫ് ഇത്ര ഡിഫിക്കൽട്ട് ആക്കിയില്ലേ. ഒരിക്കലും ക്രിയേറ്റർ അല്ല അത് ഡിഫിക്കൽട്ട് ആക്കുന്നത്. ആ ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്ത ക്രിയേഷൻ എങ്ങനെയാണോ അതിനെ നോക്കി കാണുന്നത്, അതിന്റെ ഡിഫറൻസിലാണ് ഓരോരുത്തരുടെ ലൈഫിന്റെ ഡിഫിക്കൽട്ടി എന്നുള്ളതാണ്. നല്ല ഡിഫിക്കൽട്ട് സിറ്റുവേഷനും ഒരു ഒബ്സർവർ മൈൻഡ് സെറ്റിൽ, ഒരു ക്യൂരിയോസിറ്റി മൈൻഡ് സെറ്റിൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ പോലെ നോക്കി കാണുന്ന ഒരാൾക്ക് ലൈഫ് ഈസി ആയിട്ട് കഴിക്കും. അതിനർത്ഥം അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ അവരങ്ങനെ നോക്കി കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എല്ലാരും നമ്മൾ ചുറ്റില് കാണുന്ന ആരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റിലുള്ള ഡിഫറൻസ് കൊണ്ടാണ്. അല്ലാതെ അവർക്ക് നമ്മളെക്കാൾ ഒരു ഫേവർ ലൈഫിൽ, അഡ്വാൻറ്റേജ് ലൈഫിൽ ഉള്ളത് കൊണ്ടല്ല. ഇപ്പം നമ്മൾ തന്നെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രീസിന് പലതിലും നെപ്പോട്ടിസം അല്ലെങ്കിൽ നെപ്പോ കിഡ്സ് എന്ന് പറയും. മേ ബി അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത് പോലെ അവർക്ക് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. നമ്മളെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഡിസഡ്വാൻറ്റേജസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. സ്റ്റിൽ അവര് ഒരു സക്സസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ദിയർ മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റിന് ചേഞ്ച് കൊണ്ടാണ് അവരെത്തിയൊരു റിസൾട്ടിലേക്ക്, അവരെത്തിയൊരു എന്താ പറയാ സക്സസിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഞാന് ഇന്ന് പറഞ്ഞ കുറച്ച് പോയിന്റുകളിൽ ഒന്നും കൂടി നമ്മൾ മെൻഷൻ ചെയ്യാം. ബിഫോർ ഒബ്സർവിങ് ദ നോളജ് അല്ലെങ്കിൽ കോണ്ടന്റ് ഒബ്സർവ് ചെയ്യുന്നതിന്റെ മുന്നേ കോണ്ടെക്സ്റ്റ് റെഡിയാക്കണം. കോണ്ടെക്സ്റ്റ് റെഡിയാക്കുന്നതിലൊന്നാണ് ഇന്റൻഷനെ പ്യൂരിഫൈ ചെയ്യാം. ചെക്ക് യുവർ ഇന്റൻഷൻ. എന്ത് നെയ്യത്തിലാണോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, എന്ത് നെയ്യത്തിലാണോ നിങ്ങൾ അറിവിനെ നേടുന്നത്, എന്ത് നെയ്യത്തിലാണോ നിങ്ങൾ ഒരു കാര്യത്തെ നോക്കി കാണുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ പോയിന്റ് ഓഫ് വ്യൂ, ലൈഫിനെ ഒരു ക്യൂരിയോസിറ്റി മൈൻഡ് സെറ്റില്, ഒരു എക്സ്പീരിയൻഷ്യൽ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ ഒബ്സർവർ മൈൻഡ് സെറ്റിൽ കാണാന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, ഒരു കുട്ടിയെ പോലെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ഒരു കുട്ടിയെ പോലെ ലൈഫിനെ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ ലൈഫിന്റെ ഓരോ സിറ്റുവേഷൻസിനെ നോക്കി കാണാന്നുള്ളതാണ്. ഈ 1 more അല്ലെങ്കിൽ ഒരു 2 more പോയിന്റ്സ് ആണെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനായിട്ട് ലൈഫിനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യ മനോഭാവത്തിൽ നമ്മളെ ലൈഫിനെ നോക്കി കാണാന്നുള്ളതാണ്. അപ്പൊ നമ്മളെല്ലാരും പറയും നമ്മളെല്ലാരും മനുഷ്യന്മാരല്ലേ, നമ്മളെല്ലാരും മനുഷ്യനായിട്ട് തന്നെയല്ലേ ലൈഫിനെ നോക്കി കാണുന്നത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശരിക്കും മനുഷ്യനായിട്ടാണോ നോക്കി കാണുന്നതെന്ന് ചിന്തിച്ചു നോക്കാം. ഹ്യൂമൺ ആയിട്ട് ആണോ നമ്മളെ ലൈഫിന്റെ എല്ലാ കോണ്ടെക്സ്റ്റും നമ്മൾ നോക്കി കാണുന്നത്? ഒരു ഹ്യൂമൻ ബീന് അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കരുണ ഉണ്ടാവും, കാരുണ്യം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നമ്മളെ ലൈഫിനെ കാണുന്ന സമയത്ത് നമ്മളെ ലൈഫിന് ഒരു ക്രൂവൽ മൈൻഡ് സെറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ക്രൂവൽ പേഴ്സണാലിറ്റിയിൽ നിന്നാണോ നമ്മൾ നോക്കി കാണുന്നത്? അതോ എന്റെ ലൈഫിൽ നടക്കുന്നത്, എന്റെ ലൈഫ് എന്നോട് കാരുണ്യം കാണിക്കുന്നുണ്ട്, എന്റെ ലൈഫ് എന്നോട് ഫേവറബിൾ ആണ് എന്നുള്ള മൈൻഡ് സെറ്റിലാണോ നമ്മൾ നോക്കി
കാണുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ലൈഫിന്റെ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് എത്ര വലിയ പൊസിഷനിലേക്ക് നമ്മളെ ലൈഫിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ, ഏത് പൊസിഷനിലാണോ നിങ്ങൾ, ഇപ്പം ഓരോരുത്തർക്ക് വെച്ച് ചിലർക്ക് ഭയങ്കര വലിയ ഡ്രീംസ് ആയിരിക്കും, ഇന്റർനാഷണൽ അല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സിനെ വലിയതാക്കും, അങ്ങനെ ഓരോരുത്തരുടെ ഡ്രീംസോ കാര്യങ്ങളോ വളരെ ഡിഫറെന്റ് ആൻഡ് ഡിഫറെന്റ് പോയിന്റിലായിരിക്കും കിടക്കുന്നത്. അത്രയും രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങളെ മൈൻഡ് സെറ്റിനെ മാറ്റണം എന്നുള്ളതാണ്. ആ മൈൻഡ് സെറ്റിന്റെ ഫ്രെയിമിനെ അത്രയും വലിയ രീതിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പഠിക്കണം. ഒരു ചെറിയ കുട്ടിക്കുള്ള മൈൻഡ് സെറ്റും ഒരു വലിയ ആൾക്കുള്ള മൈൻഡ് സെറ്റും എന്ത് ചെയ്യില്ല, സെയിം റേറ്റിലാവാൻ പാടില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു കുട്ടിക്കാലം കഴിഞ്ഞ് വന്ന ഒരു പ്രായം എത്തിയ ആളുടെ മൈൻഡ് സെറ്റിന്റെ ഫ്രെയിം ഭയങ്കര ചെറുത്. അവർക്ക് എക്സ്പാൻഡ് ചെയ്ത് ചിന്തിക്കാനോ അല്ലെങ്കിൽ അവരുടെ മൈൻഡിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി അവിടെ ഒരു അക്വയർ ചെയ്തിട്ടുണ്ടാവില്ല. ഇന്നത്തെ ജനറേഷനെ പലപ്പോഴും ഈ ജനറേഷൻ സെറ്റ് അല്ലെങ്കിൽ ജനറേഷൻ സീനെ നമ്മൾ പലപ്പോഴും മോശമായിട്ട് കാണുമ്പോഴും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ചേഞ്ച്, ഇപ്പൊ ഞാനൊരു ജനറേഷൻ സെറ്റിലുള്ള ആളായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തൊരു ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ ഇപ്പൊ ജനറേഷൻ സിയിലുള്ള ആളുകളെ മൈൻഡ് സെറ്റ് ഒന്നും കൂടി എക്സ്പാൻഡഡ് ആണ്. ഇപ്പൊ എന്താ പറയാ, അതിന്റെ മുന്നത്തെ ജനറേഷനേക്കാളും മൈൻഡ് സെറ്റിന്റെ ഫ്രെയിം റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ആ മൈൻഡ് സെറ്റിന്റെ ഫ്രെയിം റേറ്റ് കൂടുതലാവുന്നത് കൊണ്ട് തന്നെ ലൈഫിന് ഒരു ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. നമ്മളെ പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സ് കണ്ട ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നല്ല ഇപ്പത്തെ ജനറേഷൻ പലപ്പോഴും ലൈഫിനെ കാണുന്നതും ലൈഫിനെ ഒബ്സർവ് ചെയ്യുന്നതും. പണ്ടൊക്കെ ഇപ്പം നമ്മള് ഒരു ജോലി ചെയ്താണെങ്കിൽ കുറെ കാലം സേവ് ചെയ്യാം, പിന്നെ നമ്മൾ നല്ലൊരു സക്സസ്ഫുൾ ലൈഫ് ജീവിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇപ്പത്തെ ജനറേഷന് മോഡ് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അവർ അധ്വാനിക്കുന്ന പൈസ അവർ എൻജോയ് ചെയ്യാൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇനിയും എനിക്ക് അധ്വാനിക്കാനുള്ള മൈൻഡ് സെറ്റ് ഞാൻ റെഡി ആക്കി എടുക്കും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിനും നമ്മൾ ലൈഫിനെ പ്രസന്റ്ലി ലിവ് ചെയ്യണം. ഒരിക്കലും എന്തല്ല ഫ്യൂച്ചറിൽ ഇനി അത് നടക്കുമോ എന്ന് പറഞ്ഞ് സേവ് ചെയ്യരുത് എന്ന് ഞാൻ ആ പോയിന്റിലേക്കല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ പ്രസന്റ്ലി ലിവ് ചെയ്യാൻ കൂടി പഠിക്കണം. നമ്മളിപ്പോ ഒരുപാട് കാശ് ഉണ്ടാക്കി, നമ്മൾ ഒരുപാട് അധ്വാനിച്ചു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അധ്വാനിച്ചത് നമുക്ക് അനുഭവിക്കാൻ കൂടി പറ്റണ്ടേ. അധ്വാനിച്ചതിൽ അനുഭവിക്കാൻ കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചത് പോലെ എന്താവും, വേസ്റ്റ് ആയി പോകും. അപ്പൊ നമ്മള് ഒരു കാര്യത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു, വർക്ക് ചെയ്തു, മണി അക്വയർ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ കൂടി പറ്റുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ചേഞ്ചിലാണ് ആര് ജീവിക്കുന്നത്, ഇന്നത്തെ ജനറേഷൻ സെറ്റ് ജീവിക്കുന്നത് എന്നുള്ള ഒരു പോയിന്റ് ഞാൻ പറയാം. കുറെ അഡ്വാൻറ്റേജും എല്ലാ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. പക്ഷെ ഇവരിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു ഹ്യൂജ് ചേഞ്ച് അതാണ്. കാരണം എന്താ, ഒരു ഫ്രെയിം അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആണ്. അവര് നമ്മള് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ മുന്നത്തെ ജനറേഷൻ ചിന്തിച്ച കാലഘട്ടത്തിൽ നിന്നും അവർ കുറച്ചും കൂടി മൈൻഡ് സെറ്റിന് ഏതോ ഒരു പോയിന്റ് അവർ ബ്രേക്ക് ചെയ്ത് അവരുടെ മൈൻഡ് സെറ്റിനെ എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അവര് ലൈഫിന് എത്ര വലിയ നോളജ് അക്വയർ ചെയ്താലും അത് ഉൾക്കൊള്ളാൻ അവര് കപ്പാസിറ്റി ഉണ്ട് അവർക്ക്. കാരണം അവരുടെ ഫ്രെയിം എന്തല്ല, ചുരുങ്ങിയ ഫ്രെയിം അല്ല, ഇടുങ്ങിയ ചിന്താഗതി എന്നൊക്കെ പറയും. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഈ മൈൻഡ് സെറ്റ് ചെറുതാവാന്ന് പറഞ്ഞത്. ആ മൈൻഡ് സെറ്റിനെ എക്സ്പാൻഡ് ചെയ്യാം. ആ എക്സ്പാൻഡിങ്ങിന്റെ കുറച്ച് ടെക്നിക്സും ടിപ്സും ട്രിക്സും അല്ലെങ്കിൽ പ്രോസസ്സുകളാണ് ഞാനിപ്പോ എന്ത് ചെയ്തത് ഇവിടെ പോയിന്റ് ടു പോയിന്റ് ആയിട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങളും. അതിന് ഒരു ടിപ്പാണ് വേണമെങ്കിൽ പറയാം. രാവിലെ എന്തുകൊണ്ട് ഈ സെഷൻ നമുക്ക് വേണമെങ്കിൽ ഏത് സമയത്തും കൊണ്ടുപോയി വെക്കാലോ. ഉച്ചക്ക് വെക്കാം, അല്ലെങ്കിൽ വൈകുന്നേരമോ രാത്രിയൊക്കെ വേണമെങ്കിൽ ഈ ഒരു അവൈക്കൺ സെഷൻ വെക്കാം. എന്തിനാണ് രാവിലെ അത് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്, ഒരു 6 മണി ടു 7 മണി എന്നുള്ള സമയം വെക്കുന്ന സമയത്ത് ഒരു 6 മണിക്ക് ഒരാൾക്ക് എണീക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അയാൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അൺകോൺഷ്യസ്ലി എന്ത് ചെയ്യുക, രാവിലെ നേരത്തെ എണീക്കാനുള്ള ഒരു ഹാബിറ്റ്സിനെ ബിൽഡ് ചെയ്തെടുക്കാനാണ് അവൈക്കൺ സെഷന്റെ ടൈം മോർണിംഗ് ആക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ടീം ഡിസ്കസ് ചെയ്തപ്പം ഫസ്റ്റ് നമ്മൾ ഇരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു 6 മണിക്കൊക്കെ ഇപ്പൊ ഈ സെഷൻ കേൾക്കാൻ ആരെങ്കിലും വരുമോ. അപ്പൊ ഞാൻ സ്റ്റിൽ ഇനി ഒരാളാണ് വരുന്നത് 2 ആളാണ് വരുന്നതെങ്കിൽ ഞാൻ സെഷൻ എടുക്കും എന്നുള്ളൊരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരാൾക്ക് ഹാബിച്വൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഹാബിച്വലി അയാളെ
ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുക. അത് ഞാൻ കഴിഞ്ഞ സെഷനിലും പറഞ്ഞു, നമ്മളിവിടെ ഒരു ടെമ്പററി ചേഞ്ച്, ടെമ്പററി നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ തന്ന് പറഞ്ഞു വിടുക എന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ പെർമനന്റ്ലി ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് തരാമെന്നുള്ളതാണ്. അപ്പൊ പെർമനന്റ് ആയിട്ട് ഒരു കാര്യം, അത് ചെറിയ കാര്യം പെർമനന്റ്ലി ലൈഫിൽ കിട്ടുന്നതും കുറേ ടെമ്പററി കാര്യങ്ങൾ കിട്ടുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ രാവിലെ എണീറ്റ് നിങ്ങൾ 6 മണിക്ക് വരാനുള്ള ഒരു ആക്ഷൻ എടുക്കുമ്പോൾ തന്നെ എന്താണ് നിങ്ങളെ മൈൻഡ് സെറ്റ് ഓൾറെഡി ഓക്കെ. രാവിലെ എണീക്കാനുള്ളൊരു, നേരത്തെ എണീക്കാനുള്ളൊരു മൈൻഡ് റീവയറിംഗിലേക്ക് എത്തും. അതിനുള്ളൊരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് തരാന്നുള്ളതാണ് ആ വേക്കൻറ്റ് സെക്ഷൻ. അത് കൂടാതെ രാവിലെ എണീറ്റ് വീഡിയോ മോഡിലും കൂടി ഇരിക്കുമ്പോൾ 2 കോണ്ടെക്സ്റ്റ് അവിടെ സെറ്റായി. എന്ത് കോണ്ടെക്സ്റ്റ് അവിടെ സെറ്റായോ? നോൺ ജഡ്ജ്മെന്റലായി. നമ്മളുള്ളിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു പോയിന്റ് ആണ്, നമ്മളെ ലൈഫിനെ നോൺ ജഡ്ജ്മെന്റലായി കാണാൻ പഠിക്കണം. ഇപ്പൊ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഓക്കെ, ബാക്കിയുള്ളവർ ഇതിനെ കുറിച്ചിട്ട് എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ രാവിലെ തന്നെ എണീറ്റ് എന്ത് ചെയ്യുക, വീഡിയോ മോഡിലൊക്കെ ഇരിക്കാൻ പറ്റാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കാൻ പറ്റുമ്പോ തന്നെ എന്തായി, നമ്മളെ മൈൻഡ് സെറ്റില് ഈ ഫ്രെയിമിന്റെ ചേഞ്ചിന്റെ ഒരു 50% 70% എന്ത് ചെയ്തു, നിങ്ങൾ തന്നെ ചേഞ്ച് ചെയ്തെന്നുള്ളത്. അപ്പം ഈ രീതിക്ക് നിങ്ങൾ നിങ്ങളെ മൈൻഡ് സെറ്റിനെ മാറ്റി ഇന്റൻഷനും കോണ്ടെക്സ്റ്റ് ഒക്കെ മാറ്റി കഴിയുമ്പോ തന്നെ നിങ്ങളെ ലൈഫിന്റെ ഔട്ട്കമ്മിൽ ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു എന്താ പറയാ സെഷനപ്പുറത്ത് ഇന്നത്തെ ഒരു മൊത്തം കോണ്ടെക്സ്റ്റില് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം എല്ലാ വീക്കും എന്താണ് ഇതേമാതിരി നമ്മൾ രാവിലെ 6 മണിക്ക് സാറ്റർഡേ രാവിലെ എല്ലാ വീക്കും ഇനി അങ്ങോട്ട് ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെഷൻ വെക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡ് സെറ്റ് മാറ്റണം എന്നുണ്ട്, നിങ്ങളെ ഫ്രെയിം റേറ്റ് ചേഞ്ച് ചെയ്യണം എന്നുണ്ട്, നിങ്ങളെ ലൈഫിന്റെ ഔട്ട്കം ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കൂടെ വന്നിരുന്നത് ഒന്ന് വീഡിയോ മോഡിലൊക്കെ വരാണെങ്കിൽ ഇപ്പം ഇവിടെ നടക്കുന്ന മൈൻഡ് റീപ്രോഗ്രാമിന്റെ പ്രോസസ്സ് നിങ്ങൾക്ക് ഒന്നും കൂടി ഉണ്ടാവും, എഫിഷ്യന്റ് ആവും എന്നുള്ളതാണ്. ഇപ്പൊ വീഡിയോ മോഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് സെൽഫ് ആയിട്ടൊരു കോൺഫിഡൻസ്. അപ്പൊ ഞാൻ വീഡിയോ മോഡിൽ ഇന്നെ തന്നെ കാണുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്, ഓക്കെ ഇങ്ങനെ സെഷൻ എടുത്തു കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അതുപോലെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ 1 hour ഒക്കെ ഇരുന്ന് പോകുമ്പോൾ ബാക്കി ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഒരു 1 hour ഒക്കെ അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള പല കാര്യങ്ങളും ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ എന്റെ ലൈഫിന്റെ ഔട്ട്കം തീരുമാനിക്കുന്നത് ഒരിക്കലും എന്താ പറയാ എന്റെ ആക്ഷൻസ് നിന്നാണ് ഔട്ട്കം തീരുമാനിക്കുന്നത് എന്നുള്ള കുറച്ച് റിയലൈസേഷൻസ് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു 1 hour നമ്മൾ ഇവിടെ കൊടുക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതും. അപ്പൊ അത് ഉൾക്കൊള്ളാൻ പാകത്തിന് നിങ്ങൾ വരുമ്പോ മാത്രമാണ് ഞാൻ തരുന്നത് എത്ര പാലിനെ പോൽ വെള്ള കളർ ആണെങ്കിലും നിങ്ങളെ പാത്രത്തിൽ പൊടി ഉണ്ടെങ്കിൽ അതെന്താവും മഞ്ഞ കളറായിട്ട് മാറുന്നതാണ്. അപ്പം ആ രീതിക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ മൈൻഡ് സെറ്റ് റെഡി ആക്കുക. അല്ലെങ്കിൽ ആ രീതിക്ക് നിങ്ങളെ മൈൻഡ് സെറ്റ് റെഡി ആക്കുന്ന സമയത്ത് നമ്മളെ ലൈഫിന്റെ ഔട്ട്കംസിലേക്കും നമ്മളെ ലൈഫിന്റെ റിസൾട്ടിലേക്കും നമ്മളെ ലൈഫിൽ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് നമ്മളെ ലൈഫ് ടേൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഏകദേശം നമ്മൾ 6 മണി കഴിഞ്ഞ് തുടങ്ങി. ഇനി നമുക്ക് കഴിഞ്ഞ സെഷൻ നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, 6:10 തുടങ്ങിയോണ്ട് 7:10 വരെ നീണ്ടുപോയി. അപ്പൊ നമ്മള് 6 മണി മുതൽ ഒരു 6:50 വരേക്ക് സെഷൻ എടുത്തിട്ട് ബാക്കി 10 minutes നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നടക്കുന്ന എല്ലാ പ്രോസസ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നടക്കുന്നത്. അപ്പൊ ഒരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മൈക്ക് ഓൺ ആക്കിയിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പോലും നിങ്ങൾ എന്ത് മൈൻഡ് സെറ്റിലേക്ക് കൺവേർട്ട് ആയി, ഓക്കെ ആരിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചാലും എന്തില്ല എനിക്ക് പ്രശ്നമില്ല ഒരു പ്രോസസ്സിങ് ഷിഫ്റ്റ് അവിടെ ഫാസ്റ്റ് ആയിട്ട് നടക്കാം. അപ്പൊ ആർക്കാണോ പ്രോസസ്സിങ് ഷിഫ്റ്റ് നടക്കേണ്ടത് അവർക്ക് എന്ത് ചെയ്യാം, ആ ആക്ഷൻ എടുക്കാം എന്നുള്ളതാണ്. നമ്മളെ ഫിയറിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. സോ ഇനി നിങ്ങളെ ടൈമാണ്. സോ ഇനി രാവിലെ എണീറ്റ് ഇവിടെ വന്നിരുന്ന് ഈ സെഷൻ കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാവർക്കും ഹാർട്ടിൽ നിന്ന് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. കാരണം നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കുമ്പോഴാണല്ലോ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അറിവിന് എന്തുള്ളൂ കാര്യമുള്ളൂ എന്നുള്ളത്, അത് കേൾക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടാവുമ്പോഴാണ്. അപ്പം താങ്ക് യു. ഇനി ബാക്കി ഫത്വ എന്താ പറയാ ഫോർവേഡ് ചെയ്യും. അതിന്റെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാം. അതിനൊരു ക്ലോസിംഗ് കോട്ടും കാര്യങ്ങളും ഒരു ടാസ്കും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും സെക്ഷൻ എൻഡ് ചെയ്യാം. കോണ്ടെക്സ്റ്റോ കോണ്ടന്റ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളൊരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോസസ് ആയിട്ട് മുന്നോട്ട് പോകാം. സോ സി യു അറ്റ് ദി നെക്സ്റ്റ് സാറ്റർഡേ. താങ്ക് യു.